വോട്ട് കൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടറധികാര യാത്രയുടെ പര്യടനം ഇന്ന് അവസാനിക്കും. 14ാം ദിനമായ ഇന്ന് ബീഹാറിലെ സരൺ ജില്ലയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. വോട്ടറധികാര യാത്രയിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കുന്നുണ്ട്. വിനിത വിജി ഡൽഹിയിൽ നിന്ന്. വിനിത, 14 ദിവസമായി തുടരുന്ന വോട്ട് ചോരി ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള രാഹുലിന്റെ യാത്ര ഇന്ന് അവസാനിക്കുന്നു. ഇന്ന് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? വലിയ ജനപിന്തുണ, അതോടൊപ്പം മുന്നണി നേതാക്കളുടെ പിന്തുണയും. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും സുഹൈൽ, ഈ ഓഗസ്റ്റ് 17-ന് സസറാമിൽ നിന്നാണ് ഈ 14 ദിവസം നീണ്ടു നിൽക്കുന്ന വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി ആരംഭിച്ചത്. യാത്രയിലുടനീളം വലിയ ജനപിന്തുണ തന്നെയാണ് ലഭിക്കുന്നത്. ഇന്ന് ഈ യാത്രയുടെ പര്യടനത്തിന്റെ അവസാന ദിനമാണ്. ഇന്ന് ഈ 14ാം ദിനത്തിൽ ഈ സരണിൽ നിന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഈ അവസാന ദിനത്തിലും പര്യടനത്തിന്റെ അവസാന ദിനത്തിലും വലിയ ജനപിന്തുണ തന്നെയാണ് ബീഹാറിൽ ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് ലഭിക്കുന്നത്. ഇന്ന് അഖിലേഷ് യാദവ് ഈ യാത്രയിൽ അണിനിരന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഒരു തട്ടിക്കൂട്ട് കമ്മീഷനായി മാറിയെന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ BJP ലക്ഷ്യം വയ്ക്കുന്നത് അത് വോട്ട് മോഷണമല്ല, പകരം വോട്ട് കൊള്ളയാണെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവിധ മേഖലകളിലൂടെയുള്ള ആ യാത്ര തുടരുകയാണ്. ഇനി നാളെ ഒരു ദിവസത്തേക്കൊരു ഇടവേളയുണ്ട്. അതിനുശേഷം 1-ാം തീയതി പദയാത്രയോടുകൂടി വോട്ടധികാർ യാത്ര സമാപിക്കും. വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.